ഇമാജിൻ 1951 മരണപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. ബട്ട് സംഹൗ ഇന്നും ലോകത്തിലെ പല ലാബുകളിലായി ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു. അതാണ് ഹെൻറിയറ്റ ലാക്സിൻ്റെ കഥ. മെഡിക്കൽ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ എന്നാൽ പലപ്പോഴും പരാമർശിക്കാത്തതുമായൊരു പേര്. അമേരിക്കയിലെ ബോൾട്ടിമോർ പ്രദേശത്ത് കറുത്ത വർഗ്ഗക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ടേണിംഗ് സ്റ്റേഷൻ എന്ന സ്ഥലത്താണ് ഹെൻറിയറ്റ ജീവിച്ചിരുന്നത്. 1951 ഹെൻറിയറ്റയ്ക്ക് തൻ്റെ സെർവിക്സിൻ്റെ ഭാഗത്ത് ഒരു മുഴയും അതിനോടനുബന്ധിച്ച് രക്തസ്രാവവും അനുഭവപ്പെട്ടു. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായി അവർ ടേണിംഗ് സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് 20 മൈൽ അപ്പുറമുള്ള ജോൺസ് ഹോപ്കിൻസ് ഹോസ്പിറ്റലിലാണ് പോയത്. അവർ ഹോപ്കിൻസിൽ പോകാൻ ഒരു കാരണമുണ്ടായിരുന്നു. അക്കാലത്ത് കറുത്ത വർഗ്ഗക്കാർക്ക് ട്രീറ്റ്മെൻറ്റ് നൽകിയിരുന്ന ഏതാനും ചില ഹോസ്പിറ്റലുകളിൽ ഒന്നായിരുന്നു ഹോപ്കിൻസ്. ഹോപ്കിൻസിലെ ഡോക്ടർമാർ അവർക്ക് സെർവിക്സ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് നടന്ന പ്രൊസീജിയറിനിടയിൽ അന്നത്തെ ഹോപ്കിൻസിലെ കുറച്ച് ഗവേഷകർ ഹെൻറിയറ്റയുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരത്തിലെ ട്യൂമർ സെൽസ് കളക്ട് ചെയ്യുകയാണ്. അന്ന് ഹോപ്കിൻസിലെ ഡോക്ടർ ഗേയുടെ ടിഷ്യൂ റിസർച്ച് ലാബിൽ ഇത്തരം ഒരുപാട് സെല്ലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സെല്ലുകൾക്കെല്ലാം തന്നെ ഏതാനും ദിവസങ്ങളുടെ ആയുസേ ഉണ്ടായിരുന്നു. പക്ഷേ ഹെൻറിയറ്റയുടെ ക്യാൻസർ സെല്ലുകൾ മാത്രം ദിനം പ്രതി വളർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ലോകത്തെ ആദ്യത്തെ ഇമ്മോർട്ടൽ ഹ്യൂമൻ സെൽ ലൈൻ പിറവിയെടുത്തു. അവരതിനെ ഹീല സെൽസ് എന്ന് പേരിട്ടു. ഹീല സെൽസ് പിന്നീട് മെഡിക്കൽ ഹിസ്റ്ററിയിൽ പല റെവല്യൂഷണറി കണ്ടുപിടുത്തങ്ങളുടെ ഭാഗമായിരുന്നു. പോളിയോ വാക്സിൻ ഡെവലപ്മെന്റ്, HPV വൈറസ് ഡിസ്കവറി, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ റിസർച്ച്. എന്തിനധികം പറയുന്നു, ഹ്യൂമൻ സെൽസ് സീറോ ഗ്രാവിറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു പഠിക്കാനായി ഹീല സെൽസിനെ സ്പേസിലേക്ക് വരെ അയക്കുകയുണ്ടായി. അങ്ങനെ ഹീല സെൽസിൻ്റെ പ്രൊഡക്ഷൻ വഴി പ്രൈവറ്റും പബ്ലിക്കുമായ പല കമ്പനികൾ കോടികളുണ്ടാക്കി. പിന്നീട് ഹീല സെൽസ് മറ്റ് സെല്ലുകളെ കണ്ടാമിനേറ്റ് ചെയ്യുന്ന അവസ്ഥകളുണ്ടായി. അതുകൊണ്ട് റിസർച്ചേഴ്സിന് മറ്റ് സെല്ലുകളിൽ നിന്ന് ഹീല സെൽസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ചില ജനറ്റിക് മാർക്കേഴ്സിൻ്റെ ആവശ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഹെൻറിയറ്റയുടെ കുടുംബത്തിൻ്റെ സാമ്പിളുകളും അവരെടുക്കുകയുണ്ടായി. പക്ഷേ ഈ അവസരങ്ങളിലൊന്നും ഹെൻറിയറ്റയുടെ കുടുംബത്തിന് ഹീല സെൽസിനെ കുറിച്ച് ഒരറിവുണ്ടായിരുന്നു. പിന്നീട് 1976 റോളിംഗ് സ്റ്റോണിൽ പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിളിൽ നിന്നാണ് പുറം ലോകം ഹീല സെൽസിനെ കുറിച്ചും ഹെൻറിയറ്റയെക്കുറിച്ചും പൂർണ്ണ വസ്തുതകൾ അറിയുന്നത്. അപ്പോഴൊക്കെ ഹെൻറിയറ്റയുടെ കുടുംബം അവരുടെ മെഡിക്കൽ ചിലവുകൾക്കും ഇൻഷുറൻസ് ചിലവുകൾക്കും ഒരുപാട് സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിരുന്നു. വളരെ റീസെൻ്റ്ലി 2023 ഹീല സെൽസിൻ്റെ പ്രൊഡക്ഷനിൽ നിന്ന് പ്രോഫിറ്റ് ചെയ്ത തെർമോ ഫിഷർ സയൻറ്റിഫിക് എന്ന കമ്പനി ഹെൻറിയറ്റ ലാക്സിൻ്റെ ക്ലെയിംസിനെ അംഗീകരിക്കുകയും അവർക്ക് അൺഡിസ്ക്ലോസ്ഡ് ആയ ഒരു സെറ്റിൽമെൻറ്റ് ഓഫർ ചെയ്യുകയും ചെയ്തു. ഹെൻറിയറ്റ ലാക്സിൻ്റെ ലൈഫിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചെക്ക് ഔട്ട് ദ ബുക്ക് റേച്ചൽസ് ക്ലോത്ത്സ് ഇമ്മോർട്ടൽ ലൈഫ് ഓഫ് ഹെൻറിയറ്റ ലാക്സ്.